ഒടുവിൽ സണ്ണി ചേച്ചി എത്തി മലയാള സിനിമയിലേക്ക്. പ്രേക്ഷക മനസ്സുകളെ കോരിത്തെറിപ്പിക്കുന്ന ആരാധക ലക്ഷങ്ങളുടെ ആഗ്രഹ സഫലീകരണം കൂടിയാണ് ഇതുവഴി പൂർത്തിയാവുന്നത്. ലോകപ്രശസ്ത പോൺ ആക്ട്രസ് ആയിരുന്ന സണ്ണി ലിയോണി ജിസം 2 എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലേക്ക് എൻഡ് ചെയ്തു. സണ്ണി ലിയോൺ കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ നിരവധി ഇന്ത്യൻ സിനിമകളുടെ ഭാഗമായി ഐറ്റം ഡാൻസ് അവതരിപ്പിക്കാനെത്തി. പിന്നീട് ടൈറ്റിൽ റോളിൽ തിളങ്ങിയ നടി ഷൂട്ടൌട്ട് വഡാല, ജാക്ക്പോട്ട്, രാഗണി MMS, റൈസ്, എ പഹേലി ലീല, വടക്കറി തുടങ്ങി ഹിന്ദി, ബംഗാളി, തെലുങ്കു, കന്നഡ, തമിഴ് ഭാഷകളിലെല്ലാം സാന്നിധ്യം അറിയിച്ചു. ഇന്ത്യയിൽ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ ഉണ്ടാക്കിയ ഐറ്റം ഡാൻസ് നടി കൂടിയാണ് സണ്ണി ലിയോൺ. പോൺ ആർട്ടിസ്റ്റ് ആണെങ്കിലും അവർ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ലോകപ്രശസ്തിയാണ് സണ്ണി ലിയോൺ. സണ്ണി ലിയോൺ ആദ്യമായി മലയാളത്തിലേക്ക് എത്തുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മധുരരാജ എന്ന ചിത്രത്തിലൂടെയാണെന്നതാണ് മറ്റൊരു പ്രത്യേകത. പോക്കിരിരാജ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ സീക്വലായ മധുരരാജയിൽ ഒരു കിടിലം ഐറ്റം ഡാൻസ് അവതരിപ്പിച്ചുകൊണ്ടാണ് സണ്ണി ലിയോൺ മലയാളത്തിലേക്കുള്ള തന്റെ അരങ്ങേറ്റം നടത്തുന്നത്. ഇന്ത്യയിൽ സണ്ണി ലിയോണിന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് കേരളത്തിലാണെന്ന് സണ്ണി ലിയോൺ തന്നെ തന്റെ FB ലൈവിൽ പറയുന്നു. കൊച്ചിയിലെ ഷോപ്പ് ഇനാഗുറേഷന് വന്നപ്പോൾ കൊച്ചി ട്രാഫിക് വരെ സ്തംഭിപ്പിച്ച് സണ്ണി ചേച്ചിയെ ഒരു നോക്കി കാണാനായി കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് എത്തിയത് ലക്ഷങ്ങളായിരുന്നു. മധുരരാജയിൽ മമ്മൂട്ടിക്കൊപ്പം ഒരു ഐറ്റം ഡാൻസ് അവതരിപ്പിക്കുന്നതിനൊപ്പം മലയാളത്തിൽ തന്നെ രംഗീല എന്ന ബിഗ് ബജറ്റ് സിനിമയിൽ സണ്ണി ലിയോൺ മികച്ചൊരു വേഷം അഭിനയിക്കുന്നുണ്ട്. കൂടാതെ തമിഴ് മലയാളം ബൈലിംഗ്വൽ സിനിമയായ ഹിസ്റ്റോറിക്കൽ ആക്ഷൻ സിനിമയായ വീരമാദേവി എന്ന ടൈറ്റിൽ കഥാപാത്രത്തിനെയും അവതരിപ്പിക്കുന്നത് സാക്ഷാൽ സണ്ണി ലിയോൺ തന്നെയാണ്. മലയാളം കൊമേഴ്ഷ്യൽ സിനിമയുടെ വളർച്ചയ്ക്ക് സണ്ണി ലിയോണിന്റെ വരവ് ഒരു കാരണമാകും എന്ന് തന്നെ വിശ്വസിക്കാം. മധുരാജയുടെ സെറ്റിലെ മറ്റു വിശേഷങ്ങൾക്കും മോളിവുഡ് ലേറ്റസ്റ്റ് വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.